Hello guys, hi, welcome back to another long video. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഹെയർ കെയർ, നമ്മൾ ഹെയർ കെയർ ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ ഭയങ്കര സ്ട്രെസ്സി, കുറച്ച് ഡ്രസ്സായിട്ടാണ് കാണിച്ചിട്ട് ഗൈസ്. സോ ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റേതായിട്ടുള്ള ഒരു ഹെയർ കെയർ തരാൻ ഞാൻ വിചാരിച്ചു. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയർ പെട്ടി. ഇതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്കിൻ കെയറിന് വേണ്ടി കസ്തൂരി മഞ്ഞൾ, ഇത് അതിൻ്റെ പാത്രത്തോ പൊടി, പിന്നെ മുൾട്ടാണിമിട്ടി. ഇത് പർപ്പിളിൽ നമ്മൾ കുറേ സാധനം എടുക്കുന്ന ഫ്രീ കിട്ടുന്നതാണ്. ആൽപ്സ് ഗുഡ്നസിൻ്റെ ബ്യൂട്ടി മാർക്ക് ഫോർ ഹെയർ ആൻഡ് സ്കിൻ എന്നാണ് എഴുതിയേക്കണത്. നീം പൗഡർ, പിന്നെ ആൽപ്സ് ഗുഡ്നസിൻ്റെ ശിഖാഖായ്, ഇത് നമ്മുടെ പുളിയാന്ന് തോന്നുന്നു, എന്തോ ഒരു പൗഡർ. ഇത് ഹെയറിനാട്ടോ. ചെറുപയർ പൊടി, ഇതൊന്നും ബ്രാൻഡില്ല, ഇതൊക്കെ നമ്മുടെ ആയുർവേദ കടയിൽ മേടിക്കുന്നതാണ്. ഈ ആൽഫുഡിന് ഇത് രണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് എൻ്റെ എന്താ എന്താ ഹെന്ന മൈലഞ്ച് പൊടി. അത് മറ്റേ പൊടി, എന്താ മനസ്സിലായോ? രക്തചന്ദനം, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഹെയർ കെയറിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇത് കാണാവോ? അതായത് തേയില കട്ടൻ ചായ, തേയില കൂട്ടിയിട്ട കട്ടൻ ചായ, ഭയങ്കര കടുപ്പമുള്ളതാണ്. കട്ടൻ ചായ പോലെ ഇങ്ങനെ തേയില തിളപ്പിച്ച വെള്ളം. ഈ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചെറുപയർ പൊടി, പിന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടി, ആര്യവേപ്പിൻ്റെ പൊടി, ശിഖാക്കായുടെ പൊടി, ചെറുപയർ പൊടി, പിന്നെ എണ്ണയില്ലേ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയല്ല മൈലാഞ്ചിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി നമ്മൾ തലത്തേക്കും. സോ നമുക്ക് പരിപാടിയിലോട്ട് കടക്കാം. അപ്പം ഞാനിതൊക്കെ മിക്സ് ചെയ്തിട്ട് വരാം. സോ നമ്മൾ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം താഴെ വെച്ച ചീപ്പ് നമ്മൾ വകഞ്ഞിട്ട് ചിറകളാണ്, ഫുൾ ചിറകളാണ്. ചിറകളെന്ന് കെട്ടി വെച്ചേക്കായിരുന്നു. പൊടി പോലെ പറക്കും ഈ താരം. സോ എക്സ്ക്യൂസ് മീ. സോ അങ്ങോട്ട് നമ്മൾ രണ്ടും നല്ലോണം വകഞ്ഞ് ഈരി അപ്പം എൻ്റെ ഇപ്പോഴത്തെ മുടി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് അച്ഛൻ മുടി ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ വന്ന് കൊഴിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ
മുടി വെട്ടി 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 ലെയർ വെട്ടി അത് വെട്ടി ഇത് വെട്ടി ഇതെല്ലാം വെട്ടി വെട്ടി ഈ അവസ്ഥയായുള്ള മുടി. അപ്പം നമുക്ക് ഇങ്ങനത്തെ അവസ്ഥയുള്ള മുടി എന്നവരൊക്കെ പോലെ ഒരുമിച്ച് ശരിയാക്കും. അപ്പം നമുക്ക് സാധനം തേച്ചോളാം. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ സാധനം. ഇത് ഇനി നമ്മൾ തേക്കാൻ പോവുകയാണ്. സോ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണം. ലെറ്റ്സ് ഫൈൻഡ് അനദർ ലൊക്കേഷൻ ഇത് തേക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലൊക്കേഷനൊക്കെ മാറ്റി ഞാനിവിടെ ഇരുന്നു. കാരണം സാധനം നമുക്ക് താഴെ വെച്ച് ഇങ്ങനെ തേക്കണ്ടേ, അതിന് വേണ്ടി. അപ്പോൾ നമുക്ക് സാധനം ഇല്ല. ഇപ്പം നിങ്ങൾക്ക് സാധനം കാണാമല്ലോ. ഇച്ചിരി വാട്ടറി ആയിപ്പോയി. സരില്ല, പരിഹാരം ഉണ്ടാകാം. നമുക്ക് തേച്ച് തുടങ്ങാം. കാര്യം പറഞ്ഞു, നമ്മളിതിനു മുമ്പ് എന്ത് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കണം. തലയിലും ഓട്ടിയിലും മുടിയിലൊക്കെ കുറച്ച് എണ്ണ വരുത്തിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. സോ നമുക്കത് എണ്ണ എടുത്തിട്ട് വരാം. എൻ്റെ അമ്മയുടെ അമ്മ, ഇതൊക്കെ എൻ്റെ അമ്മച്ചമ്മ, അവരുടെ തോട്ടത്തിൽ ഞങ്ങൾ ഫാർമേഴ്സാണ്, കൃഷിക്കാരാണ്. അപ്പോൾ അവർ ആട്ടിയെണ്ണ ഒറിജിനൽ അല്ല, നാച്ചുറൽ. അവർ തന്നെ തേങ്ങ അവർ തന്നെ കൊപ്രയാക്കി അവർ തന്നെ താട്ടി അവർ തന്നെ എണ്ണാക്കി കൊടുത്തു കൊടുക്കണം. അങ്ങനെ ഈ നിലവാരത്തിൽ മുകളിൽ. സോ ഫസ്റ്റ് നമുക്ക് എണ്ണ പറ്റി തുടങ്ങാം. സോ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മുടി എല്ലാം നല്ലോണം വകഞ്ഞ് എല്ലാം ഈരിയതിന് ശേഷം, മുടിയൊക്കെ ചെട കളഞ്ഞ് വൃത്തിയിൽ ഈരിയതിന് ശേഷം നമ്മളിത് പതിയെ തലയിൽ ഓട്ടിയിലേക്ക് തേച്ച് കൊടുക്കണം. ഇതിന് വലിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. തലയിൽ തേക്കുക, എല്ലാം ഓട്ടിലെത്തണം. നിങ്ങൾ ഏത് രീതിയിൽ തേച്ചാലും തലയിൽ ഓട്ടിലെത്തണം. ഞാൻ എന്തൊക്കെയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കണ്ടു, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതല്ല, ഇത്തിരി കൂടി കട്ടിയാണ് നല്ലത്. പക്ഷെ ഇത് ഇത്തിരി വാട്ടർ ആയിപ്പോയി. നിങ്ങളപ്പോൾ ഇത്തിരി കൂടി എന്തെങ്കിലും ഹെന്ന പൗഡർ ചേർത്താൽ മതി. എന്നുവെച്ചാൽ പതിയെ തലയിൽ ഞാൻ കാണിക്കുന്ന പോലെ, വീഡിയോയിൽ ചെയ്യുന്ന പോലെ തേച്ച് കൊടുക്കുക. എല്ലാ ഓട്ടിയിലിതാ, ഇത് മുഖത്തൊന്നും ആകരുത് കേട്ടോ, ഇത് കളറാവും. സോ അത് തേച്ച് കൊടുക്കുക, നല്ലോണം തലയിൽ തേച്ച് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെന്ന തലേ ദിവസം കട്ടൻ വെള്ളത്തിൽ
കലക്കിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്ത് ബാക്കിയുള്ള പൊടികൾ ചേർക്കണം. അങ്ങനെ ചേർത്താലും നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്, ഇരുമ്പ് ചട്ടിയൊന്നും പോയി തപ്പിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഇരുമ്പ് വെട്ടിയിട്ട് അതുകൂടി ചെയ്യണം, ഒന്നുകൂടി നല്ലതാണ്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ് കേട്ടോ. അത് അതിൻ്റെ സയൻറ്റിഫിക് പരമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നല്ലതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവനെ മുടി കൊഴിയൂല. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലായിടത്തും പതിയെ പതിയെ തേച്ച് കൊടുത്തോണ്ട് ഇത് വാട്ടർ ആയത് കാരണം ഒഴുകി ഒഴുകി പോകുക. സോ എല്ലാം മര്യാദയ്ക്ക് വൃത്തിയിൽ ഫുള്ള് തലയിൽ തേച്ച് കൊടുക്കുക. അതാണ് അടുത്ത പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം മുടിയിലെല്ലാം വൃത്തിയോടെ ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇപ്പോൾ തുമ്പത്തോട്ട് തേച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ എല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റാണ് വെയിറ്റ് ചെയ്യേണ്ടത്. 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് കഴുകി കളയണം. ഉണങ്ങി എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ, തൊട്ട് നോക്കി ഉണങ്ങി എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ ഇത് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുക, നല്ലോണം ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ഷാമ്പൂ ഇട്ട് കഴുകുക. ഷാമ്പൂ ഇട്ട് കഴുകിയതിന് ശേഷം കണ്ടീഷണർ ഇടുക. കണ്ടീഷണർ ഇട്ട് കഴുകി ഫുള്ള് വെള്ളം ഊർന്ന് കളഞ്ഞിട്ട് പിന്നെ ടവല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മാത്രം കളയുക. വലുതായിട്ട് തോർത്തരുത് മുടി. പിന്നെ നോർമൽ എയറിൽ മുടി ഉണക്കാൻ വിടുക. അത് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങി ഒരു 80% ഉണങ്ങിയതിന് ശേഷം സിറം തേക്കുക, മസാജ് ചെയ്യുക, മുടി കെട്ടിവെക്കുക. ഉണങ്ങിയതിന് ശേഷം ഫുൾ ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെക്കാവുന്നതാണ്. സോ ഇതാണ് ബാക്കിയുള്ള ആഫ്റ്റർ ബാത്ത് ഹെയർ കെയർ ഞാൻ അടുത്ത ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ ഇടുന്ന ഷാമ്പും കണ്ടീഷണറിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അപ്പം ഇത്രയാണ് എനിക്ക് ഇതിൽ നമ്മുടെ ഹെയർ കെയർ ഇത്രയാണുള്ളത്. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ ഗൈസ്, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സപ്പോർട്ട് മൈ ചാനൽ ഗൈസ്.